അന്ന് കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 1, 1982 തിരുപ്പൂരാണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടെ ഒരു വുമൻസ് കോളേജിലോട്ട് പെൺകുട്ടികളൊക്കെ ഇങ്ങനെ രാവിലെ 9 മണി സമയത്ത് കയറുകയായിരുന്നു. ക്ലാസ് തുടങ്ങുന്നുണ്ട്, കളി ചീറ്റി, അതേപോലെ തന്നെ എന്താ പറയുക, സംസാരം പഠിക്കുന്നതിനെ കുറിച്ച് അങ്ങനെയുള്ള ചർച്ചകളൊക്കെ ആയിട്ട് ഇതേപോലെ തന്നെ പെൺകുട്ടികൾ അകത്തോട്ട് കയറുകയായിരുന്നു. അപ്പോൾ അതിനിടയിലൂടെ ഒറ്റയ്ക്ക് ഒരു ലേഡി മഞ്ഞ സാരി മഞ്ഞ ബ്ലൗസും ധരിച്ച് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ നടന്നു പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ 2 പേര് കൂടെ അവരുടെ കൂടെ വന്ന് ജോയിൻ ചെയ്യുകയാണ്. ആ 2 സ്ത്രീകളും ഈ യെല്ലോ സാരി ധരിച്ച സ്ത്രീയോട് ചോദിക്കുകയാണ് പുതിയ ഡ്രസ്സൊക്കെ ആണല്ലോ എന്നുള്ളത്. അപ്പോൾ അവർ കുറച്ച് നാണത്തോടുകൂടി പറഞ്ഞു അതെ, ആൾ വാങ്ങിത്തന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു യെല്ലോ സാരി ധരിച്ച സ്ത്രീ അവിടുത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നില്ല, ടീച്ചറായിരുന്നു. നാഗമ്മാൾ എന്നായിരുന്നു അവരുടെ പേര്. അവരുടെ ഹസ്ബൻഡ് കുറേ നാളുകൾക്ക് ശേഷം അവരെ കാണാൻ വന്നതായിരുന്നു. അപ്പോൾ ആൾ വാങ്ങിക്കൊടുത്തതായിരുന്നു ആ ഒരു സാരി. തിരുപ്പൂർ തന്നെ ഒരു വാടക വീട് എടുത്തിട്ടായിരുന്നു നാഗമ്മാൾ താമസിച്ചിരുന്നത്. നാഗമ്മാളിൻ്റെ കൂടെ വസന്തമണി എന്ന് പറയുന്ന ഒരു ടീച്ചർ കൂടെ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ 2 പേര് ഇവരുടെ അടുത്ത് വന്ന് കുശലാന്വേഷണം നടത്തിയില്ലേ, അതിലൊരാളായിരുന്നു വസന്തമണി. സോ നാഗമ്മാളുടെ ഹസ്ബൻഡ് വന്ന ടൈമിൽ അവർ വേറൊരു വീട്ടിലോട്ട് മാറുകയായിരുന്നു. ഇപ്പം ഏകദേശം ഒരാഴ്ച പോലും ആയിട്ടുണ്ടായിരുന്നില്ല നാഗമ്മാളുടെ ഹസ്ബൻഡ് അങ്ങോട്ട് വന്നിട്ട്. അങ്ങനെ അന്ന് ഈവനിങ് പൊന്നത്താൾ അതുപോലെ തന്നെ വസന്തമണി എന്ന് പറയുന്ന 2 പേരുടെ കൂടെ നാഗമ്മാൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. നല്ല ഹാപ്പി ആയിരുന്നു നാഗമ്മാൾ. എന്നാൽ ആ ഒരു ഹാപ്പിനെസ്സിന് അധികം ആയുസ് ഉണ്ടാകില്ല എന്നുള്ളത് അവരുടെ 2 സുഹൃത്തുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായില്ല. 1982 തിരുപ്പൂര് മുഴുവൻ ചർച്ചാ വിഷയമായ നാഗമ്മാളുടെ കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അന്നേ ദിവസം, അതായത് ജൂലൈ 1, 1982 വൈകുന്നേരം ഒരു 6 മണി ടൈമൊക്കെ ആയിട്ടുണ്ടാവും. വസന്തമണി എന്തോ കാര്യങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ടും മറ്റും പുറത്തോട്ട് പോയതായിരുന്നു. അവരൊരു 8 മണി ടൈമൊക്കെ ആയപ്പോഴത്തേനുമാണ് തിരിച്ചു വന്നത്. അവരങ്ങനെ നാഗമ്മാളുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ ആയിരുന്നു നടന്നു പോകുന്നുണ്ടായിരുന്നത്. ആ വീട്ടിലോട്ട് നോക്കിയപ്പോൾ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫായിരുന്നു. അപ്പോൾ വസന്തമണി മനസ്സിൽ ചിന്തിച്ചു, ഇപ്പം തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫായല്ലോ, ഇപ്പം തന്നെ എല്ലാ പരിപാടിയും തുടങ്ങാനുള്ളൂ എന്ന് ചിന്തിച്ച് ചിരിച്ച് അവരവരുടെ പാടന്വേഷിച്ച് ഇങ്ങനെ പോവുകയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി, അതായത് ജൂലൈ 2, 1982 രാവിലെ ഒരു 6:30 ടൈമൊക്കെ ആയപ്പോഴത്തേനും പാൽക്കാരൻ അങ്ങോട്ട് എത്തുകയാണ്. സാധാരണഗതിയിൽ പാൽക്കാരൻ വരുമ്പോൾ ആദ്യം തന്നെ പാൽ വാങ്ങാൻ വരുന്നവരുടെ കൂട്ടത്തിൽ ഈ നാഗമ്മാൾ ഉണ്ടാവും. എന്നാൽ അന്നേ ദിവസം നാഗമ്മാളിനെ കണ്ടില്ല. അപ്പോൾ വസന്തമണിയും എത്തി, അതുപോലെ തന്നെ അവരുടെ നൈബേഴ്സ് ബാക്കിയുള്ളവരൊക്കെ എത്തി. അവർ നോക്കുമ്പോൾ നാഗമ്മാളിനെ കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഉറങ്ങിപ്പോയിട്ടുണ്ടാവോ, അവളൊന്ന് പോയി വിളിക്കാനായിട്ട് നൈബർ ആളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഈ ഹസ്ബൻഡ് നാഗമ്മാളിനെ വിളിക്കാനായിട്ട് അവരുടെ വീടിൻ്റെ അങ്ങോട്ട് ചെന്ന് ഡോറിന്ന് തട്ടുമ്പോൾ ഡോർ ലോക്കാണ്. എന്നാൽ ആളിങ്ങനെ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് വരാന്തയിൽ ആരോ കിടക്കുന്നുണ്ട്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് നാഗമ്മാളുടെ ഹസ്ബൻഡ് തന്നെയായിരുന്നു. അങ്ങനെ ആളെ എഴുന്നേൽപ്പിച്ചു, എന്താണ് ഇങ്ങനെ പുറത്ത് കിടക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ ആൾ കുറച്ച് നാണത്തോട് കൂടിയിട്ട് ഇയാളുടെ അടുത്ത് പറയുകയാണ്, അല്ല നാഗമ്മക്ക് പീരീഡ്സ് ആണ്, അതുകൊണ്ട് എൻ്റെ അടുത്ത് പുറത്ത് കിടക്കാൻ പറഞ്ഞു. അപ്പോൾ ആൾ ചോദിച്ചു, അല്ല അകത്ത് തന്നെ വേറെ സ്ഥലത്ത് കിടന്നൂടെ, വേറെ വിഷയവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അല്ല നാഗമ്മ എന്നോട് പുറത്തിറക്കാൻ പറഞ്ഞ് അത് കാരണം ഞാൻ പുറത്ത് കിടന്നതാണെന്നുള്ളൊരു രീതിയിൽ അയാൾ മറുപടി പറയുകയാണ്. അതിനുശേഷം അവർ ഡോറ് നോക്ക് ചെയ്ത് നോക്കി, എന്നാൽ ഡോറ് അകത്ത് നിന്ന് കുറ്റിയിട്ടിരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ നാഗമ്മ ഡോറ് തുറന്നതുമില്ല. അപ്പോഴതിനും വസന്തമണിയും അങ്ങോട്ടെത്തി. അവർ ജനലിലൊക്കെ തട്ടിയിട്ട് നാഗമ്മ എഴുന്നേക്ക് നേരമായി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അകത്ത് നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായില്ല. അപ്പോഴത്തേനും കാര്യത്തിൻ്റെ ആ ഒരു സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ആളുകൾ കൂടാനായിട്ട് തുടങ്ങി. അവരെ എത്ര തട്ടി വിളിച്ചിട്ടും അകത്ത് നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. വീടാണെന്നുണ്ടെങ്കിൽ അകത്ത് നിന്ന് കുറ്റിയിട്ടിരിക്കുകയുമായിരുന്നു. അവസാനം ഈ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഞാൻ വീടിൻ്റെ മുകളിൽ കയറിയിട്ട് ഓട് പൊളിച്ച് നോക്കാം, എന്നിട്ട് ഞാൻ അകത്തിറങ്ങിയിട്ട് അകത്ത് നിന്ന് ഡോറ് തുറന്ന് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇതേപോലെ തന്നെ ആ ഒരു വീടിൻ്റെ മുകളിലോട്ട് കയറുകയാണ്. ആൾ എന്നിട്ട് ഓടിറക്കി ആദ്യം തന്നെ തല അകത്തോട്ടൊന്ന് ഇട്ട് നോക്കുകയാണ്. അതിനുശേഷം അയാൾ ആ തല വലിച്ചുകൊണ്ട് ഉച്ചത്തിൽ അലറുകയായിരുന്നു. അതായത് ആ ഒരു വീടിനുള്ളിൽ തൂങ്ങി നിൽക്കുന്ന നാഗമ്മയായിരുന്നു അയാൾ കണ്ടത്. അപ്പോഴത്തേനും പോലീസുകാരെ വിളിച്ചു. പോലീസുകാരെത്തി ഡോറ് പൊളിച്ച് അകത്തോട്ട് കയറി നോക്കുമ്പോൾ കണ്ട കാഴ്ച ആ ഒരു നാഗമ്മാൾ തൂങ്ങി നിൽക്കുന്നതായിരുന്നു. അപ്പോൾ അവരുടെ ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് പോലീസുകാരെ അയക്കുകയാണ്. അതേപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷനും സ്റ്റാർട്ട് ചെയ്തു. സ്വാഭാവികമായിട്ടും പോലീസിന് ആദ്യം തന്നെ സംശയം ഉണ്ടായിരുന്നത് അവരുടെ ഹസ്ബൻഡിനെ തന്നെയായിരുന്നു. അങ്ങനെ ഹസ്ബൻഡിനെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ നൈബറിൻ്റെ അടുത്ത് പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയായിരുന്നു ഹസ്ബൻഡ് പോലീസുകാരോടും പറഞ്ഞത്. അതായത് നാഗമ്മാളിന് പീരീഡ്സ് ആയിരുന്നു, അതുകൊണ്ട് തൻ്റെ അടുത്ത് പുറത്തിറങ്ങി കിടക്കാനായിട്ട് പറയുകയാണ്. താൻ പുറത്തിറങ്ങി കിടന്നു, എന്നാൽ രാവിലെ നോക്കുമ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചെന്നുള്ള കാര്യം ഹസ്ബൻഡ് പോലീസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. അപ്പോൾ ഈ പോലീസുകാർ നൈബേഴ്സിനെ മറ്റൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ നൈബേഴ്സും പറഞ്ഞു ആളിവിടെ വന്നിട്ട് അധികം ദിവസമൊന്നും ആയിട്ടില്ല, ഏകദേശം ഒരാഴ്ചയൊക്കെ ആകുന്നുള്ളൂ. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമോ അടി എന്തെങ്കിലും ഉണ്ടായിരുന്നതായിട്ട് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അവർ നല്ല ലവിങ് ആയിട്ടുള്ളൊരു കപ്പിളായിരുന്നു, അവർ തമ്മിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല എന്നുള്ളൊരു കാര്യം പോലീസുകാരുടെ അടുത്ത് നൈബേഴ്സ് ഷെയർ ചെയ്യുകയായിരുന്നു.
അങ്ങനെ മറ്റെന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് പോലീസുകാർ ആ വീട് മുഴുവൻ അരിച്ചു പറക്കുകയായിരുന്നു. അപ്പോൾ അവർക്കൊരു കുറിപ്പ് കിട്ടി. അത് നാഗമ്മാളിൻ്റെ എന്താ പറയുക ആത്മഹത്യാക്കുറിപ്പായിരുന്നു. അതിൽ എഴുതിയിരുന്നത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് സഹിക്കാനാകാത്ത വയറുവേദനയാണ്, എന്തൊക്കെ ചെയ്തിട്ടും അത് മാറുന്നില്ല, ആ വയറുവേദന ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ഭാര്യയായിട്ടിരിക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ആണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യുന്നത്, ഇതിലെൻ്റെ ഭർത്താവ് എന്നല്ല വേറെ ആരും ഉത്തരവാദിയല്ല, ഞാൻ മാത്രമാണ് ഇതിന് ഉത്തരവാദി, അത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ആത്മഹത്യാക്കുറിപ്പായിരുന്നു അത്. അതിൻ്റെ താഴെ ഈ നാഗമ്മാളിൻ്റെ സൈനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ പോലീസുകാർ ആ ഒരു കത്ത് നേരെ ഫോറൻസിക് ലാബിലോട്ട് അയക്കുകയാണ്, ഈ സൈൻ നാഗമ്മാളിൻ്റെ തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ നാഗമ്മാളുടെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നു. ശ്വാസം മുട്ടിയായിരുന്നു അവർ മരിച്ചത്. അതുപോലെ തന്നെ കഴുത്തിൽ മുറുകിയ പാടും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫോറൻസിക് ടീം നോക്കുന്ന ടൈമിൽ ആ സിഗ്നേച്ചർ നാഗമ്മാളുടേത് തന്നെയാണെന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു. പിന്നെ അവരുടെ ഡോറ് അകത്ത് നിന്ന് ലോക്ക് ചെയ്തത് നൈബേഴ്സ് എല്ലാവരും തന്നെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ആയിരിക്കില്ല ഇതിൻ്റെ പിന്നിൽ, അവർ ആത്മഹത്യ ചെയ്ത് തന്നെ ആയിരിക്കും എന്നുള്ളൊരു നിഗമനത്തിൽ പോലീസ് ഇങ്ങനെ എത്തി ആ ഒരു രീതിയിൽ തന്നെ കേസ് ക്ലോസ് ചെയ്യാൻ നിൽക്കുന്ന ടൈമിലാണ് അവർക്ക് മറ്റൊരു ക്ലൂ ലഭിക്കുന്നത്. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വസന്തമണിയുടെ മൊഴിയായിരുന്നു. അതായത് ഈ ഇൻസിഡൻറ്റ് നടന്നന്ന് രാവിലെ തന്നെ ഇവർ പുറത്തിറങ്ങിയ ടൈമിൽ, അതായത് പാൽക്കാരനൊക്കെ വരുന്നതിന് മുൻപ് ഒരു 6 മണിക്ക് മുൻപ് ഇവർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഇവർ നാഗമ്മാളുടെ വീടിൻ്റെ അടുത്തൂടെ പോകുന്ന ടൈമിൽ അവരുടെ വീടിൻ്റെ ഡോർ ഓപ്പൺ ആയിരുന്നെന്നും അതുപോലെ തന്നെ ഈ ഹസ്ബൻഡ് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നെന്നും ഇവർ പോലീസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. അതായത് നാഗമ്മാളുടെ വീട്ടിൽ ഡബിൾ ഡോർ ആയിരുന്നു, അതിൽ ഒരു പാളി മാത്രമായിരുന്നു തുറന്നു കിടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ വേറെയും കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുൻപ് ഇവരുടെ ദേഹത്ത് കുറേ പൊള്ളലുകൾ ഏറ്റിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് സിഗരറ്റ് വെച്ച് പൊള്ളിച്ചതുപോലെയുള്ള പാടുകളായിരുന്നു അത്. മുഖത്തും ദേഹത്തും അവിടെ ഇവിടെയൊക്കെ അത്തരത്തിലുള്ള പാടുകൾ ഉണ്ടായിരുന്നു. വസന്തമണിയുടെ ആ പാടുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അന്നത്തെ ദിവസം അത്തരത്തിലുള്ള പാടുകൾ തങ്ങൾ കാണുമ്പോൾ ഉണ്ടായിരുന്നില്ല എന്നും തിരിച്ച് വീട്ടിൽ പോയതിന് ശേഷമായിരിക്കാം അത്തരത്തിലുള്ള പാടുകൾ വന്നതെന്നും വസന്തമണി കൺഫേം ചെയ്യുകയാണ്. അങ്ങനെ പോലീസുകാർ നേരെ അവരുടെ ഹസ്ബൻഡിനെ തൂക്കിയെടുത്തുകൊണ്ട് പോവുകയാണ്. ആളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട രീതിയിൽ നല്ലപോലെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യലിൻ്റെ തീവ്രത താങ്ങാൻ വയ്യാതെ ആൾ നടന്ന എല്ലാ കാര്യങ്ങളും പോലീസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. അതിൽ നിന്നെല്ലാം പോലീസുകാർ മനസ്സിലാക്കിയൊരു സ്റ്റോറി ആയിട്ട് പറയുന്നത് ഇതാണ്. ഉടുമ്പൽപേട്ടയിലെ ഒരു കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടായിരുന്നു മുനിയപ്പൻ എന്ന് പറയുന്ന ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. മാർച്ച് 2, 1976 ഈ ഒരു നാഗമ്മാളിനെ മുനിയപ്പൻ വിവാഹം കഴിക്കുന്നത്. വിവാഹത്തിന് ശേഷമാണ് നാഗമ്മാൾ ജോലിക്ക് പോയി തുടങ്ങുന്നത്. അവിടെ ഒരു കോളേജിൽ ഇതേപോലെ തന്നെ ടീച്ചറായിട്ട് അവർക്ക് ജോലി ലഭിക്കുകയായിരുന്നു. ഈറോഡുള്ളൊരു കോളേജിലായിരുന്നു നാഗമ്മാൾ പഠിപ്പിക്കുന്നുണ്ടായത്. അതിനിടയിലാണ് മുനിയപ്പന് തിരുപ്പൂരുള്ള ഒരു കോളേജിൽ ജോലി ലഭിക്കുന്നത്. പിന്നെ ഈ ഒരു ജോലിയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഈ മുനിയപ്പൻ്റെ വീട്ടിൽ ഭയങ്കര എതിർപ്പായിരുന്നു. മുനിയപ്പനാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ആളുടെ പാരൻസിനാണെന്നുണ്ടെങ്കിലും നാഗമ്മാൾ ജോലിക്ക് പോകുന്നത് തീരെ ഇഷ്ടമായിരുന്നില്ല. അതിൻ്റെ പേരിൽ വീട്ടിൽ സ്ഥിരം അടി പതിവായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ സ്ത്രീധനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടും ടോർച്ചർ ചെയ്യൽ പതിവായിരുന്നു. അതായത് വീട്ടിൽ നിന്ന് പോയിട്ട് ഗോൾഡ് കൊണ്ടുപോവുക, പണം കൊണ്ടുപോവുക, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഒരു സ്ത്രീയെ ഇടങ്ങേറാക്കുന്നത് സ്ഥിരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അതൊരു 1970-80 കാലഘട്ടമാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താനോട് സഹിച്ച് നിൽക്കണം. പക്ഷേ എന്തൊക്കെ തന്നെ വന്നിട്ടുണ്ടെങ്കിലും താൻ ജോലി വിടില്ല എന്നുള്ള ആ ഒരു ഇതിലായിരുന്നു നാഗമ്മാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. എന്തിനേറെ പറയുന്നു, വീട്ടിലും പുറത്തും ആളുകൾ കാണുകയും ഒക്കെ ഇയാൾ ഈ ഒരു സ്ത്രീയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. എന്നാലും ഇതൊക്കെ സഹിച്ച് നാഗമ്മാൾ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും തൻ്റെ ഭാര്യ ജോലി വിടില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അയാൾ ഡിവോഴ്സ് ഫയൽ ചെയ്യുകയും ചെയ്തു. എന്തൊക്കെ ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ മുനിയപ്പൻ നാഗമ്മാളിനെ കാണാൻ വരുമായിരുന്നു വല്ലപ്പോഴൊക്കെ. അതിനുശേഷം ആൾ നന്നായി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നാഗമ്മാളുടെ അടുത്ത് കൂടും. അതിനുശേഷം എന്താ പറയുക, കുറച്ച് ദിവസം ആളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആൾ തിരിച്ചു പോകും. അങ്ങനെയായിരുന്നു ഇവരുടെ ഇടയിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ തന്നെയാണ് ആ ഒരു ജൂൺ ലാസ്റ്റ് ടൈമിൽ ഇയാൾ അങ്ങോട്ട് എത്തിയത്. അപ്പോൾ ജൂലൈ 1-ാം തീയതിയത്തെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരവും ജോലി വിടുന്നതിനെക്കുറിച്ചും ആളുടെ ഒപ്പം താമസിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീധനത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവർക്കിടയിൽ പ്രശ്നങ്ങളും മറ്റും ഉണ്ടാവുകയാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ജോലി വിടില്ല എന്നുള്ളത് നാഗമ്മാൾ പറയുകയും ചെയ്തു. അപ്പോഴാണ് ഇയാൾ ദേഷ്യത്തിൽ സിഗരറ്റ് കുറ്റി വെച്ച് ആ ഒരു സ്ത്രീയെ പൊള്ളിക്കുന്നത്. അങ്ങനെ അത് താങ്ങാനാവാതെ ആ ഒരു സ്ത്രീ അലറി വിളിച്ച ടൈമിൽ ഇയാൾ കഴുത്ത് ഞെരിക്കുകയായിരുന്നു. അങ്ങനെ കഴുത്ത് ഞെരിച്ചായിരുന്നു ആ ഒരു സ്ത്രീയെ അയാൾ കൊലപ്പെടുത്തിയത്. അപ്പോൾ നാഗമ്മാളിനെ കൊന്നതിന് ശേഷം എന്ത് ചെയ്യുന്ന ആൾ ആലോചിച്ചപ്പോൾ അയാൾക്ക് തോന്നിയത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ളൊരു സാരി എടുത്തുകൊണ്ട് കെട്ടിത്തൂക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ തന്നെയാണ് അയാൾ ചെയ്തതും.
പിന്നീട് ആൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു, ആൾ പുറത്തിറങ്ങി. എന്നിട്ട് ഇതേപോലെ തന്നെ ഭാര്യയ്ക്ക് പീരീഡ്സ് ആയതുകൊണ്ട് പുറത്തിറങ്ങി കിടക്കാൻ പറഞ്ഞു. അങ്ങനെ താൻ പുറത്തിറങ്ങി കിടന്നതാണ് എന്നുള്ളൊരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആൾ ബിൽഡ് ചെയ്തു. അയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ കമ്പി എടുത്തുകൊണ്ട് ഈ ഡോറുണ്ടല്ലോ, ഡോറ് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ കമ്പി വെച്ച് കഴിഞ്ഞിട്ട് ലോക്ക് ചെയ്യായിരുന്നു. അപ്പോൾ പുറമേ നിന്ന് നോക്കുന്ന ടൈമിൽ ഡോർ അകത്ത് നിന്ന് ലോക്ക് ചെയ്തതായിരിക്കും. സത്യത്തിൽ ഇയാൾ പുറത്ത് നിന്ന് ഒരു കമ്പി വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ സെൻട്രൽ ലോക്ക് ഇട്ടതായിരുന്നു. അതിനുശേഷം ഇയാൾ വരാന്തയിൽ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഇയാൾ ഒരു ഡ്രാമയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. രണ്ടുപേരും തിരുപ്പൂർ തന്നെ ആയിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരുന്നു നിന്നുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ അതിനിടയിൽ ഇയാൾ ഈ വീട്ടിലോട്ട് വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നത്. പിന്നെ നാഗമ്മാളുടെ ആത്മഹത്യാക്കുറിപ്പിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നാഗമ്മാളുടെ സൈൻ മാത്രമേ നാഗമ്മാളുടേതായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. കൈയക്ഷരം അവരുടേതല്ല എന്നും പോലീസുകാർ കണ്ടെത്തുകയാണ്. അതായത് ആ ഒരു സിഗ്നേച്ചർ ബ്ലൂ കളറിലായിരുന്നു, ബാക്കി എഴുതിയിരുന്നത് റെഡ് കളറിലായിരുന്നു. അപ്പോൾ ഇയാൾ നാഗമ്മാളുടെ കൈയക്ഷരം ഉള്ള ഏതെങ്കിലും കടലാസ് എടുത്തിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ നാഗമ്മാളിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇയാൾ തന്നെ ആയിരിക്കും വേറൊരു കൈയക്ഷരത്തിൽ എഴുതിയതെന്നുള്ളൊരു നിഗമനത്തിലോട്ടാണ് പോലീസുകാരെത്തിയത്. പിന്നെ ഓട്ടോപ്സി റിപ്പോർട്ട് നോക്കുന്ന ടൈമിൽ ശ്വാസം മുട്ടിച്ചിട്ടാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ കഴുത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പാടുകളും ഉണ്ട്. എന്നാൽ ഒരാൾ തൂങ്ങി മരിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴുത്തിലെ എല്ലിന് ഫ്രാക്ചറും കാര്യങ്ങളൊക്കെ വരും. എന്നാൽ അത്തരത്തിലുള്ള ഫ്രാക്ചറും കാര്യങ്ങളൊന്നും തന്നെ ആ ഒരു സ്ത്രീയുടെ കഴുത്തിലെ എല്ലിന് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തൂങ്ങാനായിട്ട് യൂസ് ചെയ്ത തുണിയുടെ കിടപ്പ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അതിൽ സാധാരണഗതിയിൽ ഒരാൾ തൂങ്ങി മരിക്കുമ്പോഴുള്ള പോലെ ആയിരുന്നില്ല അതിലുണ്ടായിരുന്നത്. പോരാത്തതിന് ഇവരുടെ കാല് ചെറിയ രീതിയിൽ തറയിൽ മുട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നാഗമ്മാളിന് വയറിൻ്റെ ഇഷ്യൂ ഉള്ളതായിട്ട് ആർക്കും ഒരു അറിവുമില്ല, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടില്ല. അതിനെക്കുറിച്ച് ഇങ്ങനെയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊന്നും കണ്ടുപിടിക്കാനായിട്ടും ഡോക്ടേഴ്സിന് സാധിച്ചില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. എന്നാൽ ഈ ഒരു കേസ് എവിടെ എത്താത്തത് കൊണ്ട് പിന്നീട് ഈ കേസ് CBCIDക്ക് കൈമാറുകയായിരുന്നു. അങ്ങനെ ജാനുവരി 6, 1984 ഈ കേസിൻ്റെ കംപ്ലീറ്റ് ചാർജ് ഷീറ്റ് CBCID കോർട്ടിൽ സമർപ്പിക്കുകയായിരുന്നു. സെഷൻ കോർട്ട് ഇയാൾക്ക്, അതായത് ഈ മുനിയപ്പന്, ഈ ഒരു കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷയായിരുന്നു വിധിച്ചത്. ഈ ഒരു കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എവിഡൻസ് ഉണ്ടായിരുന്നില്ല, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഡയറക്റ്റ് ഇയാളാണ് കൊല ചെയ്തതെന്ന് ഒരു ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന ലിങ്കില്ല. പക്ഷേ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ തന്നെ ആയിരിക്കാം കൊല ചെയ്തത് എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ടായിരുന്നു പോലീസുകാരും മറ്റും എത്തിയത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇയാൾ മേൽക്കോടതിയിൽ അപ്പീൽ ചെയ്യാണ്. അങ്ങനെ ഇയാളെ കുറ്റവിമുക്തനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. അതായത് കോടതി ഇയാളെ വെറുതെ വിടുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. എന്നാൽ അതിനുശേഷം ഈ നാഗമ്മാളുടെ ബ്രദർ സുപ്രീം കോർട്ടിൽ അപ്പീൽ ചെയ്യുകയായിരുന്നു. പിന്നീട് ഈ ഒരു കേസ് വീണ്ടും പരിഗണിക്കുകയാണ്. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്ന ഏകദേശം 15 വർഷത്തിന് ശേഷം, അതായത് 1997 ഡിസംബറിന് സുപ്രീം കോടതി വിധി വരികയാണ്. സെഷൻസ് കോർട്ടിൻ്റെ വിധി ശരിവെച്ചുകൊണ്ടുള്ളൊരു വിധിയായിരുന്നു അത്. അതായത് അയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോർട്ടിൻ്റെ വിധി വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നാഗമ്മാൾ ടീച്ചറുടെ സ്റ്റോറിയാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഈ ഒരു കേസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റജൻ സൈനിങ് ഓഫ്. പീസ്. Stay peaceful guys. Stay safe.